ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിലിപ്സ് കർവിനെ കുറിച്ചാണ്. ഒറിജിനൽ ഫിലിപ്സ് കർവിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ ഇതിന് മുന്നോടിയായിട്ട് എക്സ്പെക്ടേഷൻസിനെ കുറിച്ച് ഒരു 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസും അതുപോലെ തന്നെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസും റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അപ്പൊ ഇവിടെ നമ്മൾ 3-4 വീഡിയോസ് ആയിട്ടായിരിക്കും ഈ ഒരു ഫിലിപ്സ് കർവ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ കവർ ചെയ്യുക. ഇനിഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒറിജിനലി AW ഫിലിപ്സ് പ്രൊപ്പോണ്ട് ചെയ്ത ഒറിജിനൽ ഫിലിപ്സ് കർവിനെ കുറിച്ചായിരിക്കും നമ്മൾ കാണുക. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഫിലിപ്സ് കർവ് സെറ്റപ്പ് എ റിലേഷൻ ബിറ്റ്വീൻ ടാക്സസ് ആൻഡ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, മണി സപ്ലൈ ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, പ്രൈസ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ വളരെ ബേസിക് ആയിട്ട് തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ ഏത് തന്നെയാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. പക്ഷേ നമ്മൾ ഇവിടെ ഇനി കാണേണ്ടത് ഒറിജിനൽ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന സിമ്പിൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പ്രൈസ്, നമ്മൾ സിംപിളി ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇൻഫ്ലേഷനെയാണ് യൂസ് ചെയ്യുക. അതിനെ അല്ല യൂസ് ചെയ്യുന്നത്, വേജ് ഇൻഫ്ലേഷനെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള എങ്ങനെയാണ് ഈ ഒരു പ്രൈസ് ഇൻഫ്ലേഷനിലേക്ക് ഈ ഒരു വേരിയബിളിനെ ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് സിംപ്ലി പ്രൈസ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ള ആ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് കാണേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ദ ഫിലിപ്സ് കർവ് പോസ്റ്റുലേറ്റ് ബിറ്റ്വീൻ ദി റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ദി റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദി മണി വേജസ്. അപ്പൊ ഇവിടത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഫിലിപ്സ് കർവ് യൂസ് ചെയ്തിരിക്കുന്നത് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ മണി വേജ്, അതായത് വേജ് ഇൻഫ്ലേഷനെയാണ് യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഒറിജിനൽ ഫിലിപ്സ് കർവ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒറിജിനലി ഫിലിപ്സ് കർവ് പ്രപ്പോസ് ചെയ്തപ്പോൾ അത് ഒരിക്കലും ഡയറക്ട്ലി സിംപ്ലി ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും അല്ല. ഒറിജിനൽ ഫിലിപ്സ് കർവ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ മണി വേജ് അല്ലെങ്കിൽ വേജ് ഇൻഫ്ലേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഈ 2 വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു ഒറിജിനൽ പ്രപ്പോസ് ചെയ്തത്? അതാ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ, ഡയറക്റ്റ്, ഇൻവേഴ്സ് ആൻഡ് പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് കർവ് എപ്പോഴും എന്തായിരിക്കണം? അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കണം. നമുക്കറിയാം ഫിലിപ്സ് കർവ് നമ്മൾ യൂഷ്വലി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആ വരിക. അപ്പം ഒരു ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് ഫിലിപ്സ് കർവിൽ കാണാൻ പറ്റുക. അപ്പൊ ആ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ സിയും ഡിയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇൻവേഴ്സ് ആൻഡ് പ്രൊപ്പോർഷണൽ ഉണ്ട്, ഇൻവേഴ്സും ഉണ്ട്. അപ്പം ഈ ഒറിജിനൽ ഫിലിപ്സ് കർവ്, AW ഫിലിപ്സ് കർവ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഫിലിപ്സ് കർവില് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇൻവേഴ്സ് നോൺ ലീനിയർ ആൻഡ് നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ ഒറിജിനൽ ഫിലിപ്സ് കർവ് വിച്ച് ഷോസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആൻഡ് rate of change in money wages. It often depicted this relation as non-linear or non-proportional. അപ്പം ഇവിടെ ഒറിജിനലി ഫിലിപ്സ് കർവ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്താണ്? നോൺ ലീനിയർ ആൻഡ് നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മണി വേജ് അല്ലെങ്കിൽ വേജ് ഇൻഫ്ലേഷനുമാണ്. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉള്ള കർവാണ്. ഇവിടെ ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് ആണ് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലേ ഇവിടെ കാണിക്കുന്നത്. അപ്പം എക്സ് ആക്സിസിൽ അൺഎംപ്ലോയ്മെന്റും വൈ ആക്സിസിൽ വേജ് ഇൻഫ്ലേഷനും ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഹയർ വേജ് ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ലോവർ അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇനി ഒരു ലോവർ അൺഎംപ്ലോയ്മെന്റ് ഹൈ ആവുമ്പോൾ, അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വേജ് ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഈ 2 വേരിയബിൾ, വേജ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഒറിജിനൽ ഫിലിപ്സ് കർവ്, AW ഫിലിപ്സ് പ്രപ്പോസ് ചെയ്ത ഒറിജിനൽ ഫിലിപ്സ് കർവിൽ നമുക്ക് കാണാൻ സാധിക്കുക. 1958 ഈ 2 വേരിയബിൾസ് തമ്മിലുള്ള ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് AW ഫിലിപ്സ് യൂസ് ചെയ്തിരിക്കുന്നത് UK എക്കോണമിയുടെ 1861 മുതൽ 1957 വരെയുള്ള ഈ 2 വേരിയബിൾസിന്റെ ഡേറ്റാനെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എംപിരിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വഴി ഈ റിലേഷൻഷിപ്പിനെ പ്രപ്പോസ് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്താണ്? ഒറിജിനൽ ഫിലിപ്സ് കർവ് യൂസ് ചെയ്തിരിക്കുന്ന 2 വേരിയബിൾസ് ഏതൊക്കെയാണ്? വേജ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ മണി വേജും അതുപോലെ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ
ഒറിജിനൽ ഫിലിപ്സ് കർവ് നമ്മൾ പ്രപ്പോസ് ചെയ്യുക. ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് AW ഫിലിപ്സ് ആണ്. 1958 പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ UK എക്കോണമി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ ആയിരുന്നു. അവിടുത്തെ 1861 മുതൽ 1958 വരെയുള്ള ഒരു ടൈം സീരീസ് ഡേറ്റയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. The intuition here is that low unemployment strengthen workers' bargaining position for higher wages and vice versa. The estimated average relationship was found to be non-linear and inverse. Non-linear. Linear എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവ് ആയിരിക്കണം അല്ലെ? അപ്പം ലീനിയർ എന്ന് പറഞ്ഞാൽ അത് നോൺ ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല, ഈ ഒരു കർവേച്ചർ കുറച്ചുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പം ഇൻവേഴ്സ് ആൻഡ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. The higher wages implies higher cost of production. So the firm increase their price leading to an inflationary process. It is important to stress that this point that the Phillips curve in the beginning was viewed as long-term relation, but soon this perception changed and Phillips curve was transformed to the short-run concept. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഇനിഷ്യലി ഫിലിപ്സ് കർവ് പ്രപ്പോസ് ചെയ്തപ്പോൾ അതെന്താ ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ നമ്മൾ പിന്നീട് മോണിറ്ററിസ്റ്റ് റെവല്യൂഷൻ വരുമ്പോഴാണ് ഇതിനെ മോണിറ്ററിസ്റ്റ് എന്ത് ചെയ്യുന്നത് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഷോർട്ട് റണ്ണിൽ മാത്രമേ ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് വരത്തുള്ളെന്ന് ആരാണ് മോണിറ്ററിസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. അതിനോട് കൂടിയാണ് ഒറിജിനൽ ഫിലിപ്സ് കർവിന്റെ ഒരു ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എന്ന് സെപ്പറേറ്റ് നമ്മൾ വിളിക്കാൻ തുടങ്ങിയത്. It often depicted this relationship as non-linear and non-proportional. അപ്പൊ ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്താണ്? Non-linear and non-proportional ആണ്. Non-linear refers to the situation where the relationship between two variables is not proportional or does not follow a straight line. In other words, when the change in one variable do not result in constant changes in the other variable. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. നോൺ ലീനിയർ കർവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് കർവ് ആണ് അല്ലെ? സ്ട്രെയിറ്റ് കർവ് ആണ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് കർവ് ലീനിയർ കർവ്. അതായത് ഒരു പർട്ടിക്കുലർ വേരിയബിളിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടായാൽ മറ്റേ യൂണിറ്റിൽ ഉണ്ടാകുന്ന അതേ ചേഞ്ച് തന്നെയായിരിക്കും ഏത് പോയിന്റിലും പിന്നീട് ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണ് നോൺ ലീനിയർ എന്ന് പറയുക. പക്ഷെ ഇവിടെ കാണിക്കുന്ന എന്താണ്? ഈ ഒരു ലീനിയർ ഒരു കോൺസ്റ്റന്റ് ചേഞ്ച്, ഒരു പർട്ടിക്കുലർ വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റേ വേരിയബിൾ ആ കോൺസ്റ്റന്റ് ചേഞ്ച് തന്നെ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, at an unemployment level approximately 5.5%, the rate of change of money wages was 0%, while at an unemployment level of approximately 2.5% and the rate of change of money wage was 2.0%. അപ്പൊ ഇനിഷ്യലി 5.5 എന്ന് പറയുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 0 ആയിരുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഇവിടെ മണി വേജ് ഇൻഫ്ലേഷൻ ആണ്, അല്ലെങ്കിൽ മണി വേജസിനെയാണ് ഉദ്ദേശിക്കുന്നത്, 0 ആയിരുന്നു. ഇനി ഈ പറയുന്ന അൺഎംപ്ലോയ്മെന്റ് 2.5 ആയിട്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ മണി വേജിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2% ആകണം. അപ്പൊ ഇവിടെ എന്താ ഒരു ചേഞ്ച് ആണ് കാണിച്ചിരിക്കുന്നത്, ഒരു കോൺസ്റ്റന്റ് ചേഞ്ച് അല്ല, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുക. അപ്പം ഫിലിപ്സ് കർവ്, ഒറിജിനൽ ഫിലിപ്സ് കർവിൽ കാണിച്ചിരിക്കുന്നത് വേജ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ മണി വേജും അതുപോലെ വേജ് റേറ്റും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഈ ഒരു ഇൻവേഴ്സ് നോൺ പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ നോൺ ലീനിയർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഒറിജിനൽ ഫിലിപ്സ് കർവിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലെ കാണിച്ചിരിക്കുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവിലാണ് നമ്മൾ ഒറിജിനൽ ഫിലിപ്സ് കർവിനെ പ്രപ്പോസ് ചെയ്യാം. അപ്പൊ ഇവിടെയുള്ള മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഈ ഒറിജിനൽ ഫിലിപ്സ് കർവ് UK എക്കോണമിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈം സീരീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് മാത്രം. അവിടെ ഒരിക്കലും ഒരു കോസാലിറ്റിയോ അല്ലെങ്കിൽ ഒരു തിയറിറ്റിക്കൽ ഫൗണ്ടേഷനോ ഈ ഒറിജിനൽ ഫിലിപ്സ് കർവിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞേണ്ടേ, ഒറിജിനലി ഫിലിപ്സ് കർവ് പ്രപ്പോസ് ചെയ്തപ്പോൾ അത് എന്തുമാത്രമാണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ് പ്രപ്പോസ് ചെയ്തിരുന്നത്. അതെന്തല്ല, ഒരു തിയറിറ്റിക്കൽ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു കോസാലിറ്റി അവിടെ ഉണ്ടാകാൻ സാധിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാം, എന്താ ഈ കോസാലിറ്റിയും അല്ലെങ്കിൽ ഈ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് വേരിയബിൾസിനെ നിങ്ങൾ ചുമ്മാ സ്റ്റാറ്റിസ്റ്റിക്കലി റിഗ്രഷനോ കോറിലേഷനോ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് വേരിയബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മേ ബി അത് മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവർ തമ്മിലൊരു കോറിലേഷനോ റിഗ്രഷനോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഏത് റിലേഷൻഷിപ്പിനും ഒരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ അതെന്തല്ല, അത് വാലിഡ് റിലേഷൻഷിപ്പ് അല്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ GDPയും ആ രാജ്യത്തിലെ ആനിമൽസിന്റെ നമ്പറും തമ്മിൽ നിങ്ങളൊരു റിഗ്രഷൻ റൺ ചെയ്ത് ചുമ്മാ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജിൽ റിഗ്രഷൻ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് വാലിഡ് റിലേഷൻഷിപ്പ് ആകണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? അവിടെ ഒരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം, അതുപോലെ തന്നെ കോസാലിറ്റി ഉണ്ടാകണം. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഇനിഷ്യലി ഫിലിപ്സ് കർവിൽ ഇല്ലായിരുന്നു.
അപ്പം ഈ ഒരു ഒറിജിനൽ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ, പ്യൂർലി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു, ഒരു തിയറിറ്റിക്കൽ റിലേഷൻഷിപ്പ് ആയില്ല. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The relationship that Phillips curve extracted from the time series data of the UK was purely statistical, by no means of theoretical. The data, in other words, do not allow statement of the type that the fall in the rate of unemployment lead to an increase in the money base and vice versa. We know that statistical relationship do not necessarily shows causality and therefore do not constitute theoretical relationship. These weaknesses, however, did not prevent Keynesians of the neoclassical synthesis to adopt a purely empirical relationship between unemployment and the growth rate of money wages and to convert it to the basic for their argument, theoretical relationship between the two variables for the short run policies. അപ്പം ഇവിടെ ഈ ഇനിഷ്യലി ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ്. However, the design of effective policies to achieve this objective would first necessitate a coherent theoretical explanation of the economic forces which lay behind the relationship. The first major attempt to provide a robust theoretical underpinning to the curve was provided by Lipsey. അപ്പം ഈ ഒരു ഒറിജിനൽ ഫിലിപ്സ് കർവിന് ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് ആരാണ്? ലിപ്സി എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് 1960-ലാണ്, 1958-ലാണ് ഈ തിയറി ഒറിജിനൽ ഫിലിപ്സ് കർവ് പ്രപ്പോസ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ട. അപ്പം ലിപ്സിയുടെ എക്സസ് ഡിമാൻഡ് മോഡൽ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ തിയറിയാണ് ഈ ഒരു ഫിലിപ്സ് കർവിന് തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരു ലിപ്സിയുടെ എക്സസ് ഡിമാൻഡ് മോഡൽ ആണ് ഫിലിപ്സ് കർവിന് എന്ത് ചെയ്യുന്നത്? ഒരു തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. Lipsey's excess demand model of Phillips curve was a significant refinement of A.W. Phillips' original observation of the inverse relationship between unemployment and wage inflation. Lipsey's 1960 model provided a more robust theoretical foundation by linking wage inflation to the labor market excess demand for the labor rather than directly to the unemployment. അപ്പോൾ ഇവിടെ ലിപ്സി ചെയ്തിരിക്കുന്നത് ഈ വേജ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റിനെ ഡയറക്ട്ലി കണക്ട് ചെയ്യാതെ ഇൻഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇനിഷ്യലി ലിപ്സി ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏതാണ്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ മണി വേജും അതുപോലെ തന്നെ എക്സസ് ഡിമാൻഡ് ഓഫ് ലേബറും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പിനെ പ്രൂവ് ചെയ്തു. അതായത് ഈ പറയുന്ന മണി വേജ് ഇൻക്രീസും ലേബർ മാർക്കറ്റിലെ എക്സസ് ഡിമാൻഡ് ഫോർ ലേബറും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് സ്ഥാപിച്ചു. ദെൻ അതിനുശേഷം അവിടെ എന്താണ്? ഒരു നെഗറ്റീവ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സസ് ഡിമാൻഡ് ആൻഡ് അൺഎംപ്ലോയ്മെന്റും എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അപ്പം ഇവിടെ എന്താണ്? ഇൻഡയറക്ട്ലി ആണ് ഈ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇൻഡയറക്ട്ലി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലിപ്സി എന്ത് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ട് വേരിയബിൾസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ? ലേബർ മാർക്കറ്റ് എക്സസ് ഡിമാൻഡിനെയാണ്. അപ്പം ഇവിടെ ഈ പറയുന്ന പോലെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ മണി വേജിനെയും എക്സസ് ഡിമാൻഡ് ഓഫ് ലേബറിനെയും പോസിറ്റീവ് റിലേഷൻഷിപ്പിനെ പ്രൂവ് ചെയ്തു. ദെൻ അതിനുശേഷം ഈ എക്സസ് ഡിമാൻഡ് ഓഫ് ലേബറും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള നെഗറ്റീവ് റിലേഷൻഷിപ്പിനെയും നെഗറ്റീവ് ആൻഡ് നോൺ ലീനിയർ റിലേഷൻഷിപ്പിനെയും പ്രൂവ് ചെയ്തു. അപ്പൊ ഈ രണ്ട് റിലേഷൻഷിപ്പിലൂടെയാണ് ഈ ഒറിജിനൽ ഫിലിപ്സ് കർവിന് ലിപ്സീസ് എക്സസ് ഡിമാൻഡ് മോഡൽ വഴി ഒരു തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ഈ ഒറിജിനൽ ഫിലിപ്സ് കർവിൽ വന്നിരിക്കുന്ന മറ്റൊരു ഇംപ്രൂവ്മെന്റ് ആണ് നമ്മൾ കറന്റ് സംസാരിക്കുന്ന ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള, അതായത് ഇൻഫ്ലേഷൻ നമ്മൾ സിംപിളി പറയുന്നത് എന്താണ്? പ്രൈസ് ഇൻഫ്ലേഷൻ ആണ്. ഈ പ്രൈസ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിലേക്ക് ഈ ഒറിജിനൽ ഫിലിപ്സ് കർവിനെ മോഡിഫൈ ചെയ്യുന്നത് സാമുവൽസൺ ആൻഡ് സോളോ എന്ന് പറയുന്ന രണ്ട് എക്കണോമിസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു A.W. ഫിലിപ്സ് UK എക്കോണമിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പിനെ, വേജ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പിനെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഈ സാമുൽസൺ ആൻഡ് സോളോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റുകൾ ഈ ഒറിജിനൽ ഫിലിപ്സ് കർവിന്റെ സ്റ്റഡീനെ ബേസ് ചെയ്തുകൊണ്ട് അവർ US എക്കോണമിയുടെ ഡേറ്റാനെ യൂസ് ചെയ്തുകൊണ്ട് നടത്തിയ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഇവർ ഈ വേജ് ഇൻഫ്ലേഷന് പകരം എന്ത് ചെയ്യുന്നത്? പ്രൈസ് ഇൻഫ്ലേഷനെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു അനാലിസിസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അപ്ഡേഷൻ സംഭവിച്ചത് ആക്ച്വലി എന്താണ്? സാമുൽസൺ ആൻഡ് സോളോയുടെ US എക്കോണമിയുടെ ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ്. Then the Samuelson and Solow modification of the Phillips curve introduced in their 1960 paper was a key development in the understanding the relation between inflation and unemployment. അപ്പൊ ഇവിടെയാണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ റിലേഷൻഷിപ്പിലേക്ക് ഇതിനെ മോഡിഫൈ ചെയ്യുന്നത്. Samuelson and Solow adopt the original Phillips curve
which focuses on the inverse relationship between unemployment and wage inflation to reflect the trade-off between unemployment and price inflation rather than just wage inflation. Instead of looking purely at the wage inflation, Samuelson and Solow link the unemployment to price inflation, suggesting that lower unemployment is associated with higher price inflation and vice versa. അപ്പം ഈ ഒരു പ്രൈസ് ഇൻഫ്ലേഷനും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിലേക്ക് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. They looked at US data from the early 90s and 1958 to doubted the stable connection between inflation and unemployment. They believe that people's expectations of inflation often changes and past event can affect the current economic conditions. Original Phillips curve focuses on the relationship between wage inflation and unemployment in the United Kingdom using data from 1861 9 to 57. അപ്പം ഇവർ ഈ US എക്കോണമിയുടെ ഡേറ്റ ചെയ്ത് നടത്തിയ സ്റ്റഡിയിൽ ഇവർ കണ്ടുപിടിച്ചു ഇങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഇവർ സ്റ്റിൽ ഒരു ഡൗട്ട് പറയുന്നുണ്ട്, എക്സ്പെക്ടേഷൻസ് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പ് ആയിരിക്കാൻ നിർബന്ധം ഇല്ലെന്നുള്ള ഒരു ഡൗട്ട് പ്രകടിപ്പിക്കുന്നു. സ്റ്റിൽ ഇവിടെ എന്തോ കൺഫ്യൂഷൻസ് ഒന്നും ആയിട്ടില്ല, പക്ഷെ ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ സാമുൽസൺ ആൻഡ് സോളോയുടെ ഫിലിപ്സ് കർവിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ സ്റ്റിൽ എന്താണ് ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്ക് ഈ പ്രൈസ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കാം. അപ്പം ഇവരുടെ ഈ ഒരു അനാലിസിസോട് കൂടെ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് എന്താണ്, ഈ പോളിസി ചേഞ്ചസ്, ഈ പോളിസിയിൽ ഇതിനെ യൂസ് ചെയ്യാനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ ഉണ്ടാകും. സാമുൽസൺ ആൻഡ് സോളോ ആർഗ്യൂഡ് ദാറ്റ് in the short run there is a trade off between inflation and unemployment. അപ്പം ഷോർട്ട് റണ്ണിൽ ഉറപ്പായിട്ടും അവിടെ എന്താണ് ഒരു ട്രേഡ് ഓഫ് ഉണ്ട്, എന്താ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ. അതുകൊണ്ട് തന്നെ എ ഗവൺമെന്റ് ക്യാൻ ചൂസ് ലോവർ അൺഎംപ്ലോയ്മെന്റ് ബൈ സ്റ്റിമുലേറ്റിംഗ് ദി അഗ്രഗേറ്റ് ഡിമാൻഡ് ബട്ട് ദിസ് വുഡ് ലീഡ് ടു എ ഹയർ ഇൻഫ്ലേഷൻ. അപ്പം ഇവിടെ എന്താണ് ഒരു എക്കോണമിനെ അപേക്ഷിച്ച് അൺഎംപ്ലോയ്മെന്റ് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമാണ്. അപ്പൊ ഒരു ലോവർ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ലോവർ അതായത് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കും. അതിനർത്ഥം എന്തുവാ, എക്കോണമിനെ ബൂസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ലോവർ അൺഎംപ്ലോയ്മെന്റിനെ സാധിക്കാൻ അല്ലെങ്കിൽ കൈവരിക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം, അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യാം. പക്ഷെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ ഹയർ ആകും. അതായത് there is a trade off between inflation and unemployment. ഗവൺമെന്റിന് അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് അവരുടെ പോളിസി എങ്കിൽ അവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യണം. പക്ഷേ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ ഹൈ ആയിരിക്കും. Alternatively, they could reduce the inflation through tighter policies, but at the cost of higher unemployment. In case വേറൊരു സമയത്ത് ഗവൺമെന്റിന് ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് പോളിസീസ്, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഒരു ഹയർ അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ അക്സെപ്റ്റ് ചെയ്യണം, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അപ്പം ഈ ഒരു ട്രേഡ് ഓഫ് ആണ് ഇവിടെ കാണുന്നത്. ദ പോളിസി മേക്കേഴ്സ് വെയർ സീൻ ആസ് ബീയിങ് ഏബിൾ ടു പിക്ക് എ പോയിന്റ് ഓൺ ദിസ് മെനു, ഡിസൈഡിംഗ് ദ അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ. For instance, if a government prioritizes full employment, it might tolerate higher inflation. Conversely, if the price stability is more important, higher unemployment would be an acceptable sacrifice. അപ്പം ഒന്ന് അച്ചീവ് ചെയ്യണമെങ്കിൽ മറ്റൊന്നിനെ എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. ഇൻഫ്ലേഷൻ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു മോട്ടീവ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയ്ക്കാനാണെങ്കിൽ ഇൻഫ്ലേഷൻ റൈസ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്തേ മനസ്സിലാവും. അപ്പൊ ഈ ഒരു ട്രേഡ് ഓഫ് ആണ് വരുന്നത്. അക്കോർഡിംഗ് ടു ദെയർ അനാലിസിസ്, സീറോ ഇൻഫ്ലേഷൻ സീം ടു റിക്വയർ ആൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അബൌട്ട് 5.5. അപ്പം ഒരു ഇൻഫ്ലേഷൻ സീറോ ആണ് അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി വേണമെങ്കിൽ 5.5% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഫുൾ എംപ്ലോയ്മെന്റ് വുഡ് ലൈക്ലി റിസൾട്ട് ഇൻ ആൻ ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് 5%. ഇനി ഫുൾ എംപ്ലോയ്മെന്റ് വേണം, അതായത് ആളുകൾക്ക് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വേണ്ട, അൺഎംപ്ലോയ്മെന്റ് മാക്സിമം കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യണം, 5% അവർ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു ട്രേഡ് ഓഫ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പം ഒറിജിനൽ ഫിലിപ്സ് കർവിൽ നമ്മൾ കണ്ടു, ഒറിജിനൽ ഫിലിപ്സ് കർവിന് എന്തൊക്കെയാണ് സംഭവിക്കുക, അതായത് അവരുടെ അപ്ഡേഷൻസ് നമ്മൾ കണ്ടത് അല്ലെ. ലിപ്സിയുടെ എക്സസ് ഡിമാൻഡ് മോഡൽ വഴിയാണ് അതിനൊരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ദെൻ സാമുൽസൺ ആൻഡ് സോളോ ആണ് ഈ ഒരു ഒറിജിനൽ ഫിലിപ്സ് കർവിലേക്ക് പ്രൈസ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. However, Samuelson and Soro did not claim that this relationship was fixed or would hold ever. They acknowledged that the curve represents the current possibility at that time and that the relationship might change in the future, though they were uncertain about how and why it changes. അപ്പം ഈ
സാമുവൽസൺ സോളോ എന്താണ് ഒരു ഡൗട്ട് പ്രകടിപ്പിച്ചു. ഒറിജിനൽ ഫിലിപ്സ് കർവ് പറഞ്ഞ പോലെ തന്നെ എല്ലായ്പ്പോഴും ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ എന്താണ് ഒറിജിനൽ ഫിലിപ്സ് കർവ് എന്നാണ് കണ്ടത് അല്ലെ. അപ്പൊ ഒറിജിനൽ ഫിലിപ്സ് കർവിൽ നമ്മൾ കാണുന്നത് ഒരു ഇൻവേഴ്സ് നോൺ ലീനിയർ ആൻഡ് നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ആദ്യം ഇനിഷ്യലി എന്താണ് വേജ് ഇൻഫ്ലേഷനെയാണ് യൂസ് ചെയ്യുന്നത്. AW ഫിലിപ്സ് 1958 യു കെ എക്കോണമിയുടെ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് 1861 മുതൽ 1957 വരെയുള്ള ഡേറ്റയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നടത്തിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. ഇതിനൊരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ലിപ്സീസ് എക്സസ് ഡിമാൻഡ് മോഡൽ ആണ്. 1960s ഇത് സംഭവിക്കുക. ലിപ്സി എന്താണ് ലേബർ മാർക്കറ്റ് എക്സസ് ഡിമാൻഡിന്റെ വഴിയാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ദെൻ സാമുവൽസൺ ആൻഡ് സോളോ ഈ ഒരു ഒറിജിനൽ ഫിലിപ്സ് കർവിന്റെ സ്റ്റഡീനെ US എക്കോണമിയുടെ ഡേറ്റയിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വേജ് ഇൻഫ്ലേഷൻ വരം പ്രൈസ് ഇൻഫ്ലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒറിജിനൽ ഫിലിപ്സ് കർവ് അല്ലെങ്കിൽ ഷോർട്ട് റൺ. നമ്മൾ ഇനി നമ്മൾ ഇതിന്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ പറഞ്ഞ് ഷോർട്ട് റണ്ണിലേക്ക് വരും. ഒറിജിനലി ഫിലിപ്സ് കർവ് ലോങ് റണ്ണിൽ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ കറന്റ് നമ്മൾ അതിനെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ഈ ഒരു ഫിലിപ്സ് കർവിന്റെ ക്ലിയർ ആയിട്ടുള്ള അപ്ഡേഷൻസ്, അപ്പം ഇതിന്റെ ഈ ഒരു ക്രോണോളജിയും അതുപോലെ തന്നെ അതിലുണ്ടായ മോഡിഫിക്കേഷൻസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് നമുക്ക് ഇനിയും വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒറിജിനൽ ഫിലിപ്സ് കർവിന്റെ ബ്രേക്ക് ഡൗണും അതുപോലെ തന്നെ ലോങ് ടേം ഫിലിപ്സ് കർവിനെ കുറിച്ചും ക്ലോക്ക് വൈസ് ലൂപ്പും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ UGC നെറ്റ്, CUT അതുപോലെ തന്നെ സെറ്റ് പിന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.